ഹലോ എവരിവൺ, മച്ചു ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബീഫ് കക്ക എന്ന് പറയുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടാണ്, വളരെ പെട്ടെന്ന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും ബീഫ് മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല ഐറ്റമാണ്. അപ്പോൾ അന്ന് നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു സവാള ചെറുതായിട്ട് എരിഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ഈ ബീഫിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ആവശ്യമായിട്ടുള്ള പൊടികൾ കൂടി ചേർക്കുക. അപ്പോൾ ഞാൻ നല്ല റെഡ് ചില്ലി കാശ്മീരി പൗഡറാണ് 2 ടേബിൾ സ്പൂൺ എടുത്തത്. പിന്നെ 1 ടേബിൾ സ്പൂൺ സാധാ നമ്മുടെ എരിവിനുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുറയ്ക്കുക ചെയ്യാം. പിന്നെ ആവശ്യമുള്ളത് ചിക്കൻ മസാലയാണ്. പിന്നെ ഗരം മസാല ചേർക്കുന്നുണ്ട്, ഒരല്പം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ പെരുംജീരകം പൊടിച്ചതുണ്ടല്ലോ, അത് പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരല്പം വെളിച്ചെണ്ണയും ചേർത്ത ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നല്ല തിരുമ്മി പിടിപ്പിക്കണം. എത്രത്തോളം നമ്മൾ തിരുമ്മി പിടിപ്പിക്കണോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് എല്ലായിടത്തേക്കും ആകുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നല്ല തിരുമ്മി എല്ലായിടത്തേക്കും പിടിപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലാണ്ട് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ. കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിൽ ശരിക്കും ഡ്രൈ ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. പിന്നെ ഓൾറെഡി ഇതിനകത്ത് വെള്ളം ഉണ്ടല്ലോ, വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് അധികം വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ഒരു 4 വിസിലായപ്പോൾ തന്നെ എൻ്റെ ബീഫ് വെന്തു കേട്ടോ. പിന്നെ പല ബീഫിനും പല വേവാണോ ഉള്ളത്, പിന്നെ കുക്കറിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എനിക്കൊരു 4 വിസിൽ വന്നപ്പോഴേക്കും വെന്തിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നന്നായിട്ട് വെള്ളം ഇങ്ങനെ കുറുതായി വരണ അനുസരിച്ചിട്ട് നമുക്ക് കുറേശ്ശെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഗരം മസാലയും നമ്മളുടെ പെരുംജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്ന നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാലാണ് ഇതിൻ്റെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ അടി പിടിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ആ പൊടികളൊക്കെ നന്നായിട്ട് നെയ്യിൽ കിടന്ന് വെന്തൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ അത്യാവശ്യം ഒന്നുകൂടി ഡ്രൈ ആക്കാനുള്ളത് കൊണ്ടാണ് വീണ്ടും ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് ഡ്രൈ ആക്കി കഴിഞ്ഞപ്പോൾ അതൊന്നും കൂടി ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ ആ പൊടികളൊക്കെ കൂടി മിക്സ് ആയിട്ട് ഒരു പ്രത്യേക കളറും വന്നിട്ടുണ്ട്. ബീഫ് എടുത്ത് നോക്കുമ്പോൾ കാണാം അതിനകത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് കാണാം. എന്ന് വെച്ചിട്ട് പുറമേ മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു ക്രിസ്പി, അകത്ത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ബീഫ് മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നാളെ ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.